ഇന്ന് ഞങ്ങളുടെ ഒരു രാവിലത്തെ നേരമാണ് കാണിക്കുന്നത്. രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിരാവിലെയല്ല, ഞാൻ താമസിച്ചാണ് എണീക്കുന്നത്. പൊതുവേ എനിക്ക് രാവിലെ എണീക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചെറുതിലെ പപ്പയൊക്കെ ഇങ്ങനെ പറയും, മക്കളെ രാവിലെ എണീറ്റ് പഠിക്കണം, രാവിലെ എണീക്കണം, രാവിലെ എണീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്കൊരു ഇതുണ്ടാവുക എന്നൊക്കെ പറഞ്ഞ് അന്ന് നമുക്കതൊരു ഇതായിട്ട് തോന്നിയില്ല. പക്ഷെ ഇപ്പോൾ ശരിക്കും ബുദ്ധിമുട്ടുണ്ട് കേട്ടോ രാവിലെ എണീക്കാനായിട്ട്. പക്ഷെ രാത്രിയിൽ ഉറക്കമില്ല. രാത്രിയിൽ എത്ര നേരം വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യും. പക്ഷെ രാവിലെ എണീക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിലും മാക്സിമം എണീക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഇപ്പം മോനും കൂടെ ഉള്ളത് കൊണ്ട് രാവിലെ എണീക്കുമ്പം ഞാൻ ഉണരുന്നതിൻ്റെ കൂട്ടത്തിൽ അവൻ ഉണരും. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ മോളെ ഒരുക്കണം എന്നുണ്ടെങ്കിൽ അവൻ നന്നായിട്ട് ഉറങ്ങിയെങ്കിൽ മാത്രമേ എനിക്ക് പതിയെ എണീറ്റ് വരാൻ പറ്റത്തുള്ളൂ. ചില സമയം ഞാൻ എണീറ്റിങ് വരുമ്പോഴത്തേക്കിനും മോൻ കരയും. അങ്ങനെ രാവിലെ എണീറ്റു. അത് കഴിഞ്ഞിട്ട് കുറച്ച് കടിഞ്ചായിക്ക് വെള്ളം വെച്ചിട്ട് തിരിച്ചു വന്നപ്പോഴാണ് ഗെയ്സ് ഞാനൊരു സത്യം മനസ്സിലാക്കുന്നത്. തലേന്ന് വരെ കുട്ടിയോട് ചോദിച്ചതാണ് ഹോംവർക്ക് സ്കൂളിൽ വല്ലതും ഉണ്ടോ എന്ന്. അപ്പം എൻ്റെ കുഞ്ഞ് ഡെയിലി ഇതാണ് പറയുന്നത്, ഇല്ലമ്മേ ഹോംവർക്ക് ഒന്നുമില്ല. രാവിലെ സ്കൂളിൽ പോകുന്ന സമയമാകുമ്പോൾ ഡ്രസ്സൊക്കെ ഇട്ടിരുമ്പോൾ പറയും, അയ്യോ എനിക്ക് ഹോംവർക്ക് ഉണ്ട്, ഞാൻ മറന്നുപോയെന്ന്. അങ്ങനെ മോള് പറഞ്ഞു എന്നോട്. അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പോൾ ബസ് വരും, വേഗം ഇരുന്ന് എഴുതിക്കോളാൻ പറഞ്ഞു. അങ്ങനെ കൊച്ച് ഹോംവർക്ക് എഴുതുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഹോംവർക്ക് എഴുതിയെങ്കിൽ പെട്ടെന്ന് എഴുതിയിട്ട് എനിക്ക് അമ്മ മുടി കെട്ടിത്തരാം. ഇല്ലമ്മേ ഇവിടെ ഇരിക്കുക, ഞാൻ മുടിയൊന്ന് കെട്ടിത്തായോ, ഞാൻ ഹോംവർക്ക് എഴുതി തീർത്തിട്ടില്ല എന്ന്. അത് കഴിഞ്ഞിട്ട് ഞാൻ പതിയെ പോയി കരിഞ്ചായയുടെ വെള്ളം എന്തായെന്ന് നോക്കിയിട്ടുണ്ടേ. നേരത്തെ നമ്മൾ പഞ്ചസാര ഇട്ട് വെച്ചതാണ്. പിന്നെ കുറച്ച് ചായപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇങ്ങനെ എടുത്തു. അത് കഴിഞ്ഞ് റിട്ടേൺ വന്ന് കുട്ടിയുടെ ബാഗൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുകയാണ്. എൻ്റെ കുട്ടിയായിട്ട് പറയില്ല, വീട്ടിലെ പല സാധനങ്ങളും സ്കൂളിൽ കൊണ്ടുപോകാറുണ്ട്. ഐ മീൻ ടോയ്സ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മളത് കാണാറില്ല. ഇടയ്ക്ക് ചെക്ക് ചെയ്യുമ്പോൾ കിട്ടും, ഇടയ്ക്ക് കാണാറില്ല. അതുകൊണ്ടാണ് നോക്കുന്നത്. പിന്നെ പുസ്തകങ്ങളും ബുക്കുകളും ഒന്നും കൂടെ ഒന്ന് നോക്കിയെല്ലാം ഉണ്ടോയെന്ന്, അതോ ഇനി അവിടെ മിസ്സാക്കിയിട്ടുണ്ടോ. എനിക്കിപ്പം മോളുടെ മൊത്തം കാര്യം നോക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതായത് മോനുള്ളത് കൊണ്ട് എല്ലാം ഒന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ലെങ്കിൽ കൂടി പറ്റുന്ന പോലെയൊക്കെ നോക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് മോളെ ഞാൻ ബേബി ക്രീമൊക്കെ തേച്ച് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പൗഡറൊക്കെ ഇടുവാണ്. പൗഡറൊക്കെ ഇട്ട് പൗഡറൊക്കെ ഇട്ടുകൊണ്ടിരിക്കുവാണ്. അപ്പം കുഞ്ഞിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോള് തനിമോളെന്നാണ്, തപസ്യ എന്നാണ് പേര്. തനിമോളെന്ന് വീട്ടിൽ വിളിക്കും. അപ്പം എൻ്റെ തനിമോള് ചെറുതിലേന്നൊക്കെ പറയുമ്പോഴത്തേനും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനെ പെൺകുട്ടികളെ ഒരുക്കുന്നതും, ഇങ്ങനെ പൗഡറൊക്കെ തേച്ച് നല്ല വൃത്തിയായിട്ട് നല്ല ഭംഗിയിൽ പിരികം എഴുതുക, മേക്കപ്പ് ചെയ്യുക, അങ്ങനെയൊക്കെ. പക്ഷെ ചെറുതിലേക്ക് എൻ്റെ മോൾ അങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു നമ്മൾ വിളിക്കും. പക്ഷെ വലുതായി വന്നപ്പോഴത്തേക്കും ഭയങ്കര മടിയാണ് ഗെയ്സ് കുട്ടിക്ക്. ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ വരാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ അവർക്ക് വലുതായി കഴിയുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ളതല്ലേ. ഞാനിപ്പോൾ ഒരു ഡ്രസ്സ് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ പറയും, ഇത് വേണ്ടമ്മ, എനിക്ക് വേറെ ഡ്രസ്സ് വേണം. അല്ലെങ്കിൽ ഞാൻ പറയും, ഈ പൊട്ട് വേണ്ട, വേറെ പൊട്ട് വെക്കുക. അങ്ങനെയൊക്കെ ഭയങ്കര അഭിപ്രായ വ്യത്യാസങ്ങൾ ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ എന്ത് ചെയ്താലും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വഴക്കൊക്കെ ആയി തീരും കേട്ടോ ലാസ്റ്റ്. എങ്കിലും എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ഒരുക്കി വിടാറുണ്ട്. പക്ഷെ കുട്ടിക്ക് ഇങ്ങനെ ഡെയിലി ഇങ്ങനെ കണ്ണൊക്കെ എഴുതി കൊടുക്കുന്നതിനോടൊന്നും താല്പര്യമില്ലേ. അവിടെ സ്കൂളിൽ എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ ഉള്ളപ്പോഴാണ് നമ്മൾ നല്ല രീതിയിൽ നല്ല ഭംഗിയിൽ ഒരുക്കിയിട്ടേ വിടാറുള്ളൂ. അതിനുശേഷം ഞാൻ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒത്തിരി നാളുകൊണ്ട് കുഞ്ഞിൻ്റെ ടൈം ടേബിൾ എഴുതി ഭിത്തിയിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതാകുമ്പോൾ അവൾക്ക് നോക്കി തന്നെ വെക്കാമല്ലോ. ഇതാകുമ്പോൾ ഞാൻ രാവിലെ എണീറ്റ് വരണം. എൻ്റെ ഫോണിലാണ് അവരുടെ ഗ്രൂപ്പിൽ നിന്ന് ടീച്ചർമാർ ഇട്ടേക്കുന്നത്. അങ്ങനെ ടൈം ടേബിൾ എഴുതിക്കൊണ്ടിരുന്നപ്പോഴത്തേനും പപ്പ വിളിച്ചായിരുന്നു കേട്ടോ. ഫോണിൽ പപ്പ വിളിച്ചു, പപ്പ എടുത്ത് സംസാരിച്ചു. അപ്പോഴാണ് അവിടെ ഒരാളുടെ കരച്ചിൽ കേൾക്കുന്നത്. ആദ്യക്കുട്ടൻ ഉണർന്ന് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. ഭയങ്കര എന്ന് പറഞ്ഞാൽ നല്ലപോലെ ഉണരുമ്പം നമ്മളവിടെ അടുത്തില്ല എന്നുണ്ടെങ്കിൽ കുട്ടി ഭയങ്കരമായിട്ട് കരയുവേ. അങ്ങനെ ഞാൻ പിന്നെ പോയി ആദ്യക്കുട്ടനെ എടുത്തുകൊണ്ട് വന്നു. ഇവിടെ വന്നപ്പോഴത്തേനും ഞാൻ വരച്ചുകൊണ്ടിരുന്ന സ്കെയിലൊക്കെ കണ്ടപ്പോൾ പുള്ളിക്കാരൻ അതൊക്കെ വേണം. ഞാൻ പിന്നെ ആ സ്കെയിൽ എടുത്ത് കൊടുത്തു, തൽക്കാലത്തേക്കിനൊന്ന് കരയാതിരിക്കുമല്ലോ എന്ന് വെച്ചിട്ട്. പിന്നെ തനുമോക്ക് സ്കൂൾ ബസ് രാവിലെ വരും കേട്ടോ. അപ്പോൾ തനുമോക്ക് ഭയങ്കര മടിയാണ് രാവിലെ ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും സ്നാക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ കുറച്ച് ഇടയ്ക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ കടിഞ്ചായ, അല്ലെങ്കിൽ പാലെന്തെങ്കിലും ഉണ്ടെങ്കിൽ പാലുണ്ടാക്കി കൊടുക്കും. അത് മാത്രമേ കുടിക്കുള്ളൂ. ബാക്കി രാവിലത്തെ കാപ്പിയൊക്കെ നമ്മൾ സ്കൂളിൽ കൊടുത്തു വിടുകയാണ് ചെയ്യുന്നത്. അവിടെ പോയിരുന്നിട്ട് പതിയെ സമാധാനത്തോടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ അങ്ങ് കഴിച്ചോളും. അങ്ങനെ ടൈം ടേബിൾ എഴുതിക്കൊണ്ടിരിക്കുവാണ്. ടൈം ടേബിൾ എഴുതിയിട്ട് വേണം എനിക്ക് അത് അവിടെ ഒട്ടിച്ചിട്ട് ആദ്യക്കുട്ടനെ എടുക്കാൻ. ആദ്യക്കുട്ടൻ കരയുന്നതിന് മുന്നേ ഇതൊക്കെ എഴുതി കഴിയണം, അല്ലെങ്കിൽ ഭയങ്കര സീനാണ്. ആദ്യക്കുട്ടൻ നമ്മൾ കാണുന്ന പോലെ ഒരു കുട്ടിയല്ല. വാശി പിടിച്ച് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര കരച്ചിലാണ്. പിന്നെ ഞാൻ ഓരോന്നിരുന്ന് എഴുതിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇടയ്ക്ക് ആദ്യക്കുട്ടനെ ശ്രദ്ധിക്കുന്നുണ്ട്. ആദ്യക്കുട്ടൻ എൻ്റെ ചെയറിൻ്റെ താഴെ തന്നെ ഉണ്ട് ഗെയ്സ്. അങ്ങനെ അവസാനം ടൈം ടേബിളൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാൻ മോളുടെ ടേബിളിൻ്റെ മുകളിലായിട്ടാണ് ഭിത്തിയിൽ ഒട്ടിച്ചേക്കുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് നോക്കി എടുത്തിട്ട് പോകാമല്ലോ. അതുകൊണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗെയ്സ് എൻ്റെ ഒരു രാവിലത്തെ നേരം. ഇത് ഒരു ടൈം ടേബിൾ എഴുതാൻ ഇത്ര സമയം വേണമെന്ന് നിങ്ങൾ ചിന്തിക്കും. പക്ഷേ എനിക്ക് ഇത്രയും സമയം വേണം, കാരണം മോനുള്ളത് കൊണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ലേറ്റായി പോയത്. തനിമോൾ അതിൻ്റെ ഇടയ്ക്ക് പോയിട്ടുണ്ട്, സ്കൂൾ ബസ് വന്നായിരുന്നു, അങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും, യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ.